സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങളിങ്ങനെ മനപ്പായസം ഉണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. BJP 3 വർഷം കൂടുമ്പം ശരിയായ നിലയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടിയാണ്. ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെ ഞങ്ങൾ മാന്യമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. നിങ്ങളെ പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ്, അതിന് വല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടോ? അതിൻ്റെ പാർട്ടിയിൽ എന്താണ് സ്ഥിതി? അതിൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഇടപാട് ഇങ്ങനത്തെ കാര്യത്തിലുണ്ടോ? അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിക്കുന്നതല്ല അവിടെ നടക്കുന്നത്. ഞങ്ങളത് അങ്ങനെയാണോ? ഞങ്ങളത് പാർട്ടി പ്രവർത്തകർ തീരുമാനിക്കുന്നതാണ്. മര്യാദയ്ക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു പാർട്ടിയെ എപ്പോഴും വിളിച്ചു ചോദിക്കുക, എന്തായി കോൺഗ്രസിൻ്റെ? കുറേ ദിവസമല്ലേ ഇവർ പറയുന്നത് കോൺഗ്രസ്സിന് എന്തോ സംഭവിക്കാൻ പോകുന്നു, അവിടെ ബൂത്ത് പ്രസിഡന്റ് വരാൻ പോകുന്നു, ബ്ലോക്ക് പ്രസിഡന്റ് വരാൻ പോകുന്നു. ആന വെറും പോലെയാണ്, ഇത് കാണുന്നില്ല. എത്ര കാലമായി കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട്? കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാരെ മാറ്റി നിശ്ചയിച്ചിട്ട് എത്ര കാലമായി? കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റി നിശ്ചയിച്ചിട്ട് എത്ര കാലമായി? കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാറ്റി നിശ്ചയിച്ചിട്ട് എത്ര കാലമായി? കോൺഗ്രസിൻ്റെ ജില്ലാ DCC പ്രസിഡന്റുമാരെ എങ്ങനെയാണ് മാറ്റി നിശ്ചയിക്കുന്നത്? ഞങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. അവിടെ വന്ന് നോക്കിയിട്ട് എന്തായി നിങ്ങളത്? ഞങ്ങളത് ഒരു കുഴപ്പവും വരില്ല. അസലായിട്ട് ഞങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നടത്തും. കോൺഗ്രസ്സിന് അതിൽ വേവലാതിപ്പെടേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താ സംശയമുള്ളത്? പുതിയ ആളുകൾ 10ാമത്തെ പാർട്ടി പ്രസിഡന്റാണ് ഞാൻ. അറിയോ നിങ്ങൾക്ക്? 49ാം വയസ്സിൽ പാർട്ടി അധ്യക്ഷനാളായ ആൾ ഞാൻ. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തില്ലേ ഞാൻ ഈ കസേരയിൽ ഇരിക്കുമോ? CPM-ലൊക്കെ എന്താ സ്ഥിതി? മരിച്ചാലേ അയാൾ മാറുള്ളൂ അല്ലേ? CPM-ലൊരു സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും കേസ് പെടണം. അതല്ലേ സ്ഥിതി? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ സംവിധാനങ്ങൾ മാറ്റുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ പിന്നെ CPM സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇവർക്കൊക്കെ എത്ര കാലം കഴിയണം? എൻ്റെ അമ്മു, അവരൊക്കെ ഒരിക്കൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കസേരയിൽ നിന്ന് ഇറങ്ങൂല. ഞങ്ങളെ പാർട്ടി അങ്ങനെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുള്ള മാർഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ കാര്യത്തിൽ ആർക്കും ഒരു വേവലാതിയുമില്ല. താക്കോൽ സ്ഥാനമൊന്നും ഞങ്ങൾക്കില്ല, അത് വേറെ ചില ആൾക്കാർക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സ്ഥാനവും പ്രധാനപ്പെട്ടതാണ്, അല്ലാതെ ഒരു സ്ഥാനം മാത്രമാണ് താക്കോൽ സ്ഥാനം എന്നില്ല. ഞങ്ങളുടേത് ഒരു ടീമാണ്.